എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വല്ലാർപാടത്തുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ്. ഇവിടെ ഒരു വെഡ്ഡിങ് ഇവൻറ്റിനാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് വലിയ ഫ്ലാറ്റിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെയാണ് ഇവിടുത്തെ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഒരു ഔട്ട്ഡോർ വെഡ്ഡിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു സ്പോട്ടായിരിക്കും. നല്ല ഭംഗിയുള്ള രസമാണ്. അതായത് നമ്മൾ ഈവനിങ്ങിലാണ് ഞാൻ അവിടെ എത്തിയത്. ഈവനിങ് കൂടി രാത്രി വരുമ്പോഴത്തേനും ആ ഒരു ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ വളരെ കാര്യമായിട്ട് എടുത്തു കാണിക്കാനായിട്ട് പറ്റും. നല്ല രസമാണ്. അതായത് അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേനും നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോഴും ആ രാത്രിയുടെ ഒരു ഫുൾ ഭംഗി കാണുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ റൂംസൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് വെഡ്ഡിങ്സിന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാമല്ലോ. ഏകദേശം ഒരു വൈറ്റ് തീമിലാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. ആളുകൾ ഗസ്റ്റൊക്കെ ഒരുപാട് എത്തുന്നതിന് മുൻപ് തന്നെ ഞാനവിടെ എത്തി. എനിക്ക് നേരത്തെ തന്നെ അവരുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, രാത്രിയാകും തോറും ആ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ കൂടി വരുന്നു. ഇതാണ് നമ്മുടെ സൗണ്ടിലെ പയ്യന്മാരൊക്കെ. ഇവിടെ നിന്ന് ഞാൻ മെല്ലെ എൻ്റെ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേജ്, ഇവിടെ നമ്മുടെ DJ-ക്കുള്ള പോർഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഞാനവിടെ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നും ഞാൻ വലിയ കാര്യമായിട്ട് എന്തോ സംസാരിക്കുകയാണെന്ന്. ഒന്നുമില്ല. റെഡി, MC ചെക്ക് 1 2 3 സൗണ്ട് ചെക്ക് ചെയ്യാണ്. ഇനി നമ്മുടെ ബ്രൈഡും അതുപോലെ തന്നെ ബ്രൈഡ് മെയ്ഡ്സും ഇവരൊരു ഡാൻസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഫുൾ ബ്ലാക്ക് ഗൗണൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞു എന്നാൽ നമുക്ക് കുറച്ച് നല്ല ഭംഗിയില്ല ബ്രൈഡ് മെയ്ഡ്സിനെ വെച്ചുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബ്ലാക്ക് ഗൗൺ ഇട്ട സുന്ദരികൾ ഇവരെയൊക്കെ ഒന്ന് കണ്ടു തീരാൻ തന്നെ കുറച്ച് സമയം എടുത്തു. കണ്ടോ, ഫോട്ടോഗ്രാഫർ അവരുടെ ഐഡിയയിൽ നിന്നുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോസൊക്കെ അവർക്ക് എന്തായാലും കിട്ടിക്കാണും. ഫോട്ടോഗ്രാഫേഴ്സിനാണെങ്കിലും ആളുകളെ നമ്മുടെ ഗ്രൂമിനെയൊക്കെ ഞാൻ മെല്ലെ പുറത്തോട്ട് ഇറക്കി. അതായത് ബ്രൈഡിൻ്റെ മെയിൻ ഫോട്ടോസ് ആണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈവനിങ് ആയിട്ടും ഗസ്റ്റൊക്കെ ശരിക്കും ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര വലിയൊരു ക്രൗഡല്ല. ഒരുപാട് ക്രൗഡ് ഉണ്ടെങ്കിലും ഒരുപാട് ഏരിയ ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് തിക്കും തിരക്കൊന്നും ഫീൽ ചെയ്യില്ല. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി വന്ന് ഞാനിങ്ങനെ ലെഫ്റ്റിലൂടെ കയറി വരണം, റൈറ്റിലൂടെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡാൻസിന് തൊട്ട് മുന്നായിട്ടാണ് ഈ വലിയ ഗംഭീരമായ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. ഓരോരുത്തരായിട്ട് കണ്ടു തീരുന്നില്ല. ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് എല്ലാവരും നല്ല സുന്ദരികളായിരുന്നു. ഫോട്ടോ ചേട്ടന്മാർക്കൊക്കെ എത്ര നോക്കിയിട്ടും അതങ്ങ് തീരുന്നില്ല. അപ്പോൾ അവരങ്ങനെ ഡാൻസിനുള്ള തയ്യാറെടുപ്പായി. സൗണ്ടിൽ ഞാൻ നേരത്തെ തന്നെ അവരുടെ സോങ് ഒക്കെ കൊടുത്തിരുന്നു. സ്റ്റെപ്പൊക്കെ ഇട്ട് അവരെല്ലാം സെറ്റായി വരുന്നുണ്ട്. നമ്മുടെ ബ്രൈഡും ഗ്രൂമും സൈഡിൽ ഞാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവരെ എൻ്റെ ക്യാമറയിൽ അത്രയും കൂടി കിട്ടിയില്ല എന്ന് തോന്നുന്നു. പാട്ടൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഒരുവിധം എല്ലാ കല്യാണ വീട്ടിലും വരുന്ന പാട്ടുകളൊക്കെ ആണെങ്കിലും അതിനനുസരിച്ച് നല്ല രീതിയിൽ ഇവർ ഡാൻസ് ചെയ്തിരുന്നു. ഇവരുടെ ഡാൻസൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ബാക്ക് സൈഡിലായിരുന്നു ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. ഓരോരുത്തരും പലരും പല രീതിയിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രൈഡിങ് ഗ്രൂം അവിടെ ഇരിപ്പുണ്ടല്ലോ. യെസ്. അപ്പോൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് ഞാൻ മെല്ലെ ഹോസ്റ്റ് ചെയ്തു. ഞാൻ തന്നെയാണ് ഈ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്തു തരാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആരെയും കിട്ടിയില്ല. ഇനി ഇവരെ വെച്ചുകൊണ്ട് ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗ്രൂമിനും ബ്രൈഡിനും അത്ര ഡാൻസ് അങ്ങോട്ട് അറിയില്ലെങ്കിലും ഒപ്പിച്ച് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഒരു ഗുണമുണ്ടല്ലോ. അതായത് എത്ര ഭംഗിയില്ലെങ്കിലും ആ ഒരു വീഡിയോ ഭംഗിയാക്കിയിട്ടായിരിക്കും അവർ അതിൻ്റെ ഔട്ട് തരുന്നത്. എന്തായാലും ബ്ലാക്ക് ഉൾപ്പെട്ട സുന്ദരികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പലതരത്തിലുള്ള വെറൈറ്റി ബ്ലാക്ക് ഡ്രസ്സസാണ് ഇട്ടിരുന്നത്. അതിനൊപ്പം അടിപൊളി പാട്ടൊക്കെ വെച്ച് ഗ്രൂം അത്രയും കൂടെ പോരെങ്കിലും നമ്മുടെ ബ്രൈഡ് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ബ്രൈഡിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പാവം എൻ്റെ പയ്യനെ അവരെല്ലാവരും കൂടെ പറ്റിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിച്ച് പറയാനായിട്ട്. കുറേ പേരൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഫൈനലി അവർക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി കാണും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ വെഡ്ഡിങ്സിനൊക്കെ പോകുന്നതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കൽ കുറവാണ്. ഇത് എപ്പോഴും കണ്ട് ഇങ്ങനെയായി. അങ്ങനെ നമ്മുടെ വീഡിയോ മെല്ലെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലാസ്റ്റ് അവർ പുല്ലൊക്കെ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു, വീണ്ടും കാണാം.